ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വർക്ക് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് താണിശ്ശേരിയിലാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് ആണ് ഇവിടുത്തെ വിഷയം. നല്ല രീതിയിൽ വയറെല്ലാം ഡ്രസ് ചെയ്തിട്ടുള്ള ഒരു DB ആയിരുന്നു. RCCB ആദ്യം തന്നെ സോക്കറ്റ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് ഒരു സോക്കറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്തത്. ആദ്യത്തെ തവണ 15 മില്ലി ആംസിലും പിന്നീട് 10 മില്ലി ആംസിലുമാണ് ട്രിപ്പായത്. ശേഷം MCBകളെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ന്യൂട്രൽ ടു എർത്ത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തു. 0.63 മുതൽ 0.85 വരെ നമുക്ക് വാല്യൂ കിട്ടിയിരുന്നു. ഇത്തരത്തിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള സർക്യൂട്ടുകളിൽ ഒരിക്കലും RCCB ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ RCCB മാത്രമായിട്ട് സോക്കറ്റ് ടെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് മനസ്സിലായി RCCB 10 മില്ലിയിലാണ് ട്രിപ്പാകുന്നതെന്ന്. ശേഷം RCCB മാറ്റിവെച്ച് കൂടാതെ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമായിട്ട് IR വാല്യൂ ചെക്ക് ചെയ്ത് നോട്ട് ചെയ്ത് റിപ്പോർട്ടാക്കി കസ്റ്റമർക്ക് കൊടുത്തു. ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളിൽ ട്രിപ്പാകാനുള്ള ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഫാനുകളിൽ മറ്റും ഷാക്കിൽ വന്ന് ഹുക്കിൽ ടച്ച് ചെയ്യുന്ന ഒരു ട്രിപ്പിംഗ്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് ടച്ച് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വാല്യൂസ് ഉള്ളതായും പിന്നീട് ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹുക്കുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ വാല്യൂ നഷ്ടപ്പെടുന്നതുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വൈൻഡിങ് തകരാറുള്ള ഫാനുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തത് 250 വോൾട്ടിലാണ്, 20 മെഗാ ഓംസ് റേഞ്ചിലാണ്. ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സർക്യൂട്ടുകളും ഓവർ ലിമിറ്റ് എന്നാണ് ഡിസ്പ്ലേ കാണിക്കുന്നത്. ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന RCCB മാത്രമായിട്ട് സോക്കറ്റിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തത്. അതേ രീതിയിൽ പുതിയ RCCB കണക്ട് ചെയ്ത് LNTയുടെ RCCB ആണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കണക്ട് ചെയ്ത് സോക്കറ്റ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിരുന്നു. 25 മില്ലിയിലാണ് LNTയുടെ RCCB അവിടെ ട്രിപ്പായത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.